ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ആവോലി മീൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മളിവിടെ ഒരു 1/2 കിലോയോളം ആവോലി ചെറിയ കഷ്ണങ്ങളായി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 10-15 ചെറിയുള്ളിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നിറമെല്ലാം മാറി ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആവോലിയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവോലി കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. കറിയെല്ലാം നല്ല വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറി വളരെ ടേസ്റ്റാണ്. നിങ്ങളും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടർന്നും ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.